MT വാസുദേവൻ നായർ ഇനി ഓർമ്മയാണ്. MT തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഭൂമിയുടെ ഞരമ്പിലും ചർമ്മത്തിലും ചവിട്ടിയേ നടന്നിട്ടുള്ളൂ എന്ന്. കാൽക്കൽ നോക്കിയേ നടന്നിട്ടുള്ളൂ MT വാസുദേവൻ നായർ. എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ അധികാരത്തിനെതിരെ, സമഗ്രാധിപത്യത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ 90-കൾ പിന്നിട്ട ശേഷം പോലും ധൈഷണികമായി പോരാടിയിട്ടുണ്ട്. വാക്കാണ് എൻ്റെ ആയുധം എന്ന് MT പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാത്രം മതിയോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിനു വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, അങ്ങനെ വാക്ക് എവിടെയൊക്കെ ആയുധമാകുമോ അവിടെയൊക്കെ ആയുധമായി പ്രയോഗിച്ചിട്ടുണ്ട് വാസുദേവൻ നായർ. ഒരു പുഴ മരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഓഡിറ്റോറിയത്തിൽ ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MT വാസുദേവൻ നായർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ MTയുടെ വാക്കുകൾക്ക് കാതോർത്തിരുന്നിട്ടുണ്ട് കേരളം. അദ്ദേഹം അങ്ങനെ മനുഷ്യന് വേണ്ടി, മണ്ണിനു വേണ്ടി എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വാക്കിനെ ഒരു 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 ഉളി പോലെ മൂർച്ചയോടെ ഉപയോഗിച്ചു. ആ മഹാമനീഷി വിടവാങ്ങുമ്പോഴും മലയാളം അദ്ദേഹത്തെ മറക്കില്ല. വാക്കുകളൊക്കെ നമുക്ക് വഴികാട്ടികളായിരുന്നു എന്നതാണ്. ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് വിരാജിക്കുമ്പോഴും സമൂഹത്തിലെ മറ്റു തിന്മകളെക്കുറിച്ച് ബോധവാനാകുകയും അവയെക്കുറിച്ച് കൃത്യമായി സമൂഹത്തോട് സംവദിക്കുകയും എന്തിടപെടലാണ് വേണ്ടത്, എന്ത് തിരുത്തലാണ് വേണ്ടത് എന്ന് വഴികാട്ടുകയും ചെയ്ത ഒരു മഹാമനുഷ്യനാണ് MT എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം അദ്ദേഹം തുടർന്നാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളിൽ പോലും വിമർശനാത്മകമായ രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത് തിരുത്തലുകൾ വരുത്താൻ പലർക്കും, അല്ലെങ്കിൽ നമ്മെ നയിക്കുന്ന പലർക്കും തിരുത്തലുകൾ വരുത്താനുള്ള ഒരു പ്രേരക ശക്തിയായി MTയുടെ വാക്കുകൾ മാറിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്.